തമിഴ് സിനിമയിൽ ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ്. ഓരോ സിനിമകളും ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ വലിയ ആഘോഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തമിഴ് സിനിമാ ലോകത്ത് മാത്രമല്ല, എല്ലാ ഭാഷകളിലും വലിയ വിജയമായി മാറുന്ന ഒരു ബിസിനസ് രഹസ്യം തന്നെയാണ്. ഇപ്പോഴിതാ പ്രമുഖ താരങ്ങളെല്ലാം അവരുടെ പഴയ ചിത്രങ്ങളുടെ റീ റിലീസ് ആസ്വദിക്കുകയാണ്. ഇതെന്ന് പുതിയ ആസ്വാദകർക്കും മികച്ച അനുഭവം തന്നെയാണ് നൽകുന്നത്. തമിഴ് സിനിമയിൽ ഏറ്റവും ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് അജിത്ത്. സിനിമാ കരിയറിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളല്ല അജിത് കുമാർ എന്ന് എല്ലാവർക്കും അറിയാം. മറിച്ച് റേസിംഗും യാത്രകളുമടക്കം അദ്ദേഹത്തിന് താല്പര്യമുള്ള മറ്റു കുറേയധികം വിഷയങ്ങളുമുണ്ട്. അതിനൊക്കെയായി സമയവും പണവും ചെലവഴിക്കാനും താരം എപ്പോഴും ശ്രമിക്കാറുമുണ്ട്. അതിനിടയിൽ തന്നെ സമീപകാലത്ത് അജിത്തിന്റെ സിനിമകളിൽ വലിയ വിജയം നേടാനായില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് കാരണം സിനിമകളിൽ താരത്തിന് താല്പര്യം കുറഞ്ഞെന്നാണ് ആരോപണവും ഉയർന്നത്. സിനിമയുടെ യാതൊരു പാരമ്പര്യവുമില്ലാതെയാണ് തമിഴകത്ത് അജിത്ത് എത്തുന്നത്. ഇന്ന് തമിഴ് സിനിമയുടെ തലയായി മാറിയ നടൻ കൂടിയാണ് അജിത് കുമാർ. ഇപ്പോഴുള്ള ഒരു ഫാൻസ് ലോകവും അജിത്ത് ഉണ്ടാക്കിയെടുത്തത് തന്റെ സിനിമകളിലൂടെ മാത്രമാണെന്നും ഉറപ്പാണ്. 2014 പുറത്തെത്തിയ വീരം മുതൽ അവസാന റിലീസായ ഗുഡ് ബാഡ് അഗ്ലി വരെ അജിത് കുമാർ ചിത്രങ്ങൾ ആകെ നേടിയിരിക്കുന്നത് ഏകദേശം 2000 കോടിക്കടുത്താണ്. അതായത് ഈ കാലയളവിൽ കോളിവുഡിന്റെ ബോക്സ് ഓഫീസ് ആരോഗ്യത്തിൽ ഒരു സുപ്രധാനമായ പങ്ക് അജിത് കുമാർ വഹിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റെ ആവറേജ് ബോക്സ് ഓഫീസ് 200 കോടിയും കടന്ന് കുതിക്കുകയാണ്. ഈ വർഷം അജിത്തിന്റെ 2 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്, വിടാമുയർച്ചിയും ഗുഡ് ബാഡ് അഗ്ലിയും. വിടാമുയർച്ചി ആരാധകരുടെ പ്രതീക്ഷ കാത്തില്ലെങ്കിലും ഗുഡ് ബാഡ് അഗ്ലി തമിഴകത്ത് ഹിറ്റായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴിതാ അജിത്തിന്റെ മറ്റൊരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുകയാണ്. 2014 ശിവയുടെ സംവിധാനത്തിലെത്തിയ വീരം എന്ന ചിത്രമാണ് റീ റിലീസിന് ഒരുങ്ങുന്നത്. തമന്നയായിരുന്നു ചിത്രത്തിൽ അജിത്തിന്റെ നായികയായി എത്തിയത്. സഹോദര സ്നേഹം പറഞ്ഞ ചിത്രം കോമഡി ഫാമിലി ചിത്രമായിരുന്നു. മെയ് 1 ചിത്രത്തിന്റെ റീ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വീരം എന്ന ചിത്രത്തിൽ ആരാധകരെ ആദ്യം ആകർഷിച്ചത് അജിത്തിന്റെ ഒരു ലുക്ക് തന്നെയായിരുന്നു. അതായത് യഥാർത്ഥ ജീവിതത്തിലുള്ള ലുക്കിൽ ഒരു നടന്മാരും അഭിനയിക്കാറില്ല. എന്നാൽ മറിച്ച് അജിത്ത് ആ ധൈര്യം ഈ ചിത്രത്തിൽ കാണിച്ചുവെന്നാണ് ആരാധകരും സിനിമാ ലോകവും പറയുന്നത്. വൻ വരവേൽപ്പായിരുന്നു സിനിമയ്ക്ക് ആരാധകർക്കിടയിൽ അന്ന് ലഭിച്ചത്. എന്നാൽ കാര്യമായ പ്രകടനം ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ സൂര്യയുടെ റെട്രോയും നാനിയുടെ ഹിറ്റ് 3-ക്കൊപ്പമാണ് അജിത്തിന്റെ വീരവും തിയേറ്ററുകളിൽ ഒന്നിച്ചെത്തുന്നത്. അന്ന് അജിത്ത് മത്സരിച്ചത് ജില്ലാ ചിത്രത്തിനൊപ്പമായിരുന്നു. സിനിമയുടെ റീ റിലീസ് ട്രെയിലർ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതും തരംഗമായി മുന്നേറുകയാണ്. അജിത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് സിനിമയുടെ റീ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാണിജ്യപരമായി അത്രയധികം വിജയം നേടാത്ത ചിത്രം തന്നെയാണ് വീരം. എന്നാൽ ഇപ്പോൾ വീണ്ടും റീ റിലീസിനെത്തുമ്പോൾ ചിത്രം നല്ലൊരു ഭാഗം കൊയ്യുമെന്ന് ഉറപ്പാണെന്നാണ് ആരാധകരും പറയുന്നത്. 45 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അന്ന് 90 കോടിക്ക് മുകളിലാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അജിത്ത് ഗുഡ് ബാഡ് അഗ്ലിക്കും വിടാമുയർച്ചയ്ക്കും ശേഷം വീണ്ടും ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.